രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ശ്രീജേട്ടൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, വാഷിംഗ് മെഷീൻ്റെ ഫ്രിഡ്ജും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതാണ് ശ്രീജേട്ടൻ വന്നിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണമല്ലോ. അങ്ങനെ കടയിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് മുട്ട കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ എടുത്ത് വെച്ച് പിന്നെ ശ്രീജേട്ടന് ചായയൊക്കെ കൊടുത്തു. കറി വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ ഞാൻ, മുട്ടക്കറി. അപ്പോൾ അതേ പാറമോള് കണ്ടു. പാറമോൾക്ക് ശ്രീജേട്ടനെ രാവിലെ തന്നെ കണ്ടതിന് സന്തോഷം. കാരണം ഈ സമയത്ത് ശ്രീജേട്ടനെ കാണാറില്ല, കടയിലല്ലേ ആവാറ്. അങ്ങനെ പാറമോൾക്ക് ഇതേ ഈപ്പി ഉണ്ടാക്കുകയാണ് രാവിലെ തന്നെ. അപ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചേട്ടൻ. അങ്ങനെ ശ്രീജേട്ടനും ആ ചേട്ടനും കൂടി അതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എന്താ പറയുക, സർവീസ് സെന്ററിൽ നിന്ന് ആൾ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ എടുത്തത് ശനിയാഴ്ചയാണെങ്കിലും സംഭവം എത്തിയത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അങ്ങനെ അതേ രണ്ടുപേരും കൂടി അത് പിടിച്ച് ഉള്ളിൽ വെച്ചു കേട്ടോ. ഇതാണ് ഫ്രിഡ്ജ്, ഹയറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അടിയിലാണ് ഫ്രീസർ വരുന്നത്, അങ്ങനത്തെ മോഡലാണ്, ബ്ലാക്ക്. പിന്നെ അപ്പുറത്ത് ഇതേ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നുണ്ട്, അത് ടോപ്പ് ലോഡ് ചെറിയത് തന്നെ കേട്ടോ, ഹയറിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ടക്കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതേ നാളികേര കരയ്ക്കാണ്. അപ്പോൾ ഇന്ന് മുട്ട കറി വെക്കുന്നത് നാളികേര അരച്ചിട്ടാണ്. അപ്പോൾ പിന്നെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഞ്ചിയും പച്ചമുളകും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇഞ്ചി കുഴിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ട്. അപ്പോൾ അത് രണ്ടും പൊട്ടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത് അങ്ങോട്ട് പോയി മുളകൊക്കെ പൊട്ടിച്ചു. ഇതൊക്കെ കാണുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കട ഇഞ്ചി ഇങ്ങോട്ട് പറിച്ചു. കറി വെക്കാൻ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് കഴുകി ഞാനൊരു മാങ്ങ കിട്ടുമെന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ മാവുമ്പോൾ കുറേ മാങ്ങ ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങി. അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ അകലിൽ നിന്ന് ഇതേ ഒരു ഓട്ടോ വരുന്നുണ്ട്. അതിലാണ് അച്ചുമ്മ വരുന്നത് കേട്ടോ. അച്ചുമ്മൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പാറൂടെ കുഴിയാനെ പിടിച്ച് മണ്ണിലിട്ട് ഒരു ചെപ്പിലാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതേ പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായി കഴുകി സവോള അരിഞ്ഞ് അതിലേക്ക് ഇട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് തിരുമ്പി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു കേട്ടോ. അതിന് ഞാൻ മാങ്ങ പൊട്ടിക്കാൻ പോവാണേ. അങ്ങനെ ഇതേ മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു മാങ്ങ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് താഴെ വീണൂട്ടത്. അങ്ങനെ വീണ്ടും വന്ന് താഴെ നിന്ന് ഞാൻ ആ മാങ്ങ പറക്കിയെടുത്തു. മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ ഇതിട്ടിട്ട് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തിളച്ച് വന്നപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തു, മാങ്ങ ചേർത്ത് കൊടുത്തു, അവസാനം മുട്ടയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു മുട്ടയുടെ ഉണ്ണി ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാ മുട്ടയും മുഴുവനാണ് ഇട്ടിരിക്കുന്നത്. ഉണ്ണി ഇങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ പഴയ ഫ്രിഡ്ജാണ്, അത് ആകെ 10-18 വർഷമായിട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഇനി വെക്കുക. അങ്ങനെ കറിയൊക്കെ ആയി താളിച്ച് ഒഴിച്ച് അടുക്കളയിൽ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുക്കള പൊതുവെ ചെറുതാണല്ലോ, എങ്കിലും ശ്രീചേട്ടൻ പറഞ്ഞാൽ അടുക്കളയിൽ ഇട്ടാൽ മതിയെന്ന്. ഞാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വർക്ക് ഏരിയയിലേക്ക് മാറ്റിയിട്ട് അപ്പോഴേക്കും നാളികേരം ഇടാൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് മൊത്തം പണിയാണേ. അങ്ങനെ ഇതേ നാളികേരം ഇട്ടു കേട്ടോ. അപ്പം അച്ഛമ്മ 2 കരിക്കിടാൻ പറഞ്ഞു. ഇതേ അങ്ങനെ വാഷിംഗ് മെഷീൻ്റെ ആളും വന്നു. അപ്പോഴേക്കും ഇതേ ഞാൻ ആൾക്കൊരു ജ്യൂസ് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കരിക്കിട്ട് അച്ഛമ്മോൻ അത് ആ കരിക്ക് പിടിച്ച് ചെത്തിയിട്ടൊക്കെ ഉണ്ട്. എങ്കിലും പൊട്ടിക്കാനല്ല വെട്ടൂത്തി ഇങ്ങനെ വെട്ടാനായിട്ട് അമ്മ കൊണ്ടുപോയിരിക്കും അവിടെ. അമ്മ മുകളിൽ നാളികേരം കൊപ്പര വെട്ടാനായിട്ട് ഉണങ്ങിയ കൊപ്പരയൊക്കെ വെട്ടി നാളികേരം വെളിച്ചെണ്ണയ്ക്കായിട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അച്ഛമ്മോട് കരിക്ക് വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പാറമോൾ മുകളിൽ പോയത് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് വെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് വെട്ടി ഇവിടെ തന്നെ ടെറസിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ നല്ല ചൂടാണ്, വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ പാറമോള് നാളികേരം വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കരിക്കൊക്കെ വെട്ടി കരിക്കെടുത്ത് താഴെ വന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും തരാതെ അവൾ തന്നെ കഴിച്ചു.